بسم الله الرحمن الرحيم. وإذا مس الإنسان ضر دعا ربه منيبا إليه ثم إذا خوله نعمة منه نسي ما كان يدعو إليه من قبل وجعل لله أندادا ليضل عن سبيله قل تمتع بكفرك قليلا إنك من أصحاب النار أمن هو قانت آناء الليل ساجدا وقائما يحذر الآخرة ويرجو رحمة ربه قل هل يستوي الذين يعلمون والذين لا يعلمون إنما يتذكر أولو الألباب. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1593 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 39 അധ്യായമായ സൂറത്ത് സുമറിലെ 8-9 ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذا مس الإنسان ضر دعا ربه منيبا إليه ثم إذا خوله نعمة منه نسي ما كان يدعو إليه من قبل وجعل لله أندادا ليضل عن سبيله قل تمتع بكفرك قليلا إنك من أصحاب النار أمن هو قانت آناء الليل ساجدا وقائما يهذر الآخرة ويرجو رحمة ربه قل هل يستوي الذين يعلمون والذين لا يعلمون إنما يتذكر أولو الألباب. صدق الله العلي العظيم. സൂറത്തു സുമറിലെ 8-9 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. നമ്മൾ സൂറത്തിന്റെ തുടക്കം മുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന ആയാത്തുകളുടെ ഒരു ആശയപരമായ തുടർച്ച തന്നെയാണ് ഈ 2 ആയത്തുകളിൽ നമുക്ക് കാണാൻ കഴിയാം. അള്ളാഹുവിന്റെ ഏകത്വം ഉൾക്കൊണ്ട് അവന് വിധേയപ്പെട്ടുകൊണ്ട് അവനെ പ്രപഞ്ചങ്ങളുടെ നാഥനും സൃഷ്ടാവും സകല കാര്യങ്ങളിലും സമഗ്രമായ കരുത്തും ആധിപത്യവും നിയന്ത്രണവും ഒക്കെയുള്ള ഖഹാറായ റബ്ബായി മനസ്സിലാക്കിക്കൊണ്ട് അവന് വിധേയപ്പെടുന്ന ഒരു നിലപാടിന്റെ അനിവാര്യത ചൂണ്ടിക്കാണിക്കുകയായിരുന്നു പിന്നിട്ട ആയത്തുകളിൽ. എന്നാൽ ഇത് അള്ളാഹുവിന്റെ ആവശ്യം എന്നുള്ള നിലക്കല്ല, മനുഷ്യരോരോരുത്തരുടെയും തന്നെ ആവശ്യമായിട്ടാണ് അള്ളാഹു ഇവിടെ വ്യക്തമാക്കുകയുണ്ടായത്. നിങ്ങൾ നിഷേധിക്കുന്നുവെങ്കിൽ, കുഫറിന്റെ വഴി നിങ്ങൾ തിരഞ്ഞെടുക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹു നിങ്ങളെ ആശ്രയിക്കുന്നതിന് അതീതനാണ്. അവൻ പരാശ്രയം വേണ്ടാത്തവനാണ്. നിങ്ങളുമായി നിങ്ങളുടെ എന്തെങ്കിലും വിധേയത്വമോ അനുസരണമോ നിങ്ങളുടെ അവരോടുള്ള ആരാധനയോ ഒന്നും തന്നെ
അവനെ സംബന്ധിച്ചിടത്തോളം ആവശ്യമായ ഒരു സംഗതിയല്ല. അവൻ വലാ യർളാ ലി ഇബാദിഹിൽ കുഫർ, തന്റെ ഇബാദുകളായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവൻ നിഷേധം എന്നത് അവൻ തൃപ്തിപ്പെടുന്നേയില്ല. കാരണം അത് അവർക്ക് യോജിച്ചതല്ല, അവർക്ക് ഗുണകരമല്ല. അത് അവരെ ദ്രോഹകരമായ വിധത്തിൽ ബാധിക്കുന്നു എന്നതാണ് അതിന് കാരണം. വൈൻ തഷ്കുറു യർലഹു ലക്കും, നിങ്ങൾ നന്ദി കാണിക്കുന്നുവെങ്കിൽ നിങ്ങൾക്കായി അവൻ തൃപ്തിപ്പെടുന്നത്, നിങ്ങൾക്കായി അവൻ ഇഷ്ടപ്പെടുന്നത് അതാണ്. നിങ്ങളുടെ നന്ദി കാണിക്കുന്ന കൃതജ്ഞതയുടെ മനോഭാവം. തുടർന്ന് അല്ലാഹു പറയുകയുണ്ടായത്, ഭാരം ചുമക്കുന്ന ഒരാളും തന്നെ മറ്റുള്ളവരുടെ ഭാരം ചുമക്കേണ്ടി വരില്ല. കർമ്മങ്ങളുടെ ദോഷങ്ങൾ കാരണമായുള്ള പാപഭാരം ചുമക്കുന്ന ഒരാളും തന്നെ സ്വന്തം ഭാരമല്ലാതെ മറ്റുള്ളവരുടെ ഭാരം ഏറ്റുവാങ്ങുകയില്ല. അള്ളാഹുവിലേക്കാണ് എല്ലാവരും തിരികെ എത്താനിരിക്കുന്നതും ഓരോരുത്തരുടെയും കർമ്മങ്ങളുടെ നിഗൂഢ തലങ്ങളെ, അതിന്റെ ഫലപ്രാപ്തിയെക്കുറിച്ച്, അത് എത്രത്തോളം അവന് ഗുണകരമായതായിരുന്നു എന്ന കാര്യം തീർച്ചയായിട്ടും ആ സന്ദർഭത്തിൽ അവൻ വെളിപ്പെടുത്തും. ഹൃദയാന്തരാളങ്ങളിലോ അല്ലെങ്കിൽ മനുഷ്യന്റെ നെഞ്ചകങ്ങളിലൊക്കെ തന്നെയുള്ള രഹസ്യങ്ങൾ പോലും തീർച്ചയായിട്ടും അള്ളാഹു അറിയുന്നുണ്ട്. ആ അറിവിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അള്ളാഹു ഓരോരുത്തരെയും വിലയിരുത്താൻ പോകുന്നത് എന്ന കാര്യമാണ് നമ്മൾ അവസാനം വായിച്ചു വെച്ച ആയത്തിൽ അള്ളാഹു പ്രതിപാദിക്കുകയുണ്ടായത്. അതിനെ തുടർന്നാണ് ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ള 2 ആയത്തുകൾ വരുന്നത്. ഇതില് 2 വ്യത്യസ്ത മനോഘടനകളുള്ള ആളുകളെ അള്ളാഹു പരാമർശിക്കുകയാണ്, അവരുടെ നിലപാടും സ്വഭാവവും ഒക്കെ. എന്നിട്ട് ആ 2 വ്യത്യസ്ത നിലപാടും രീതിയും സമീപനവും സ്വീകരിക്കുന്ന ആളുകൾ ഒരുപോലെയാവുകയില്ല എന്ന കാര്യം വെളിപ്പെടുത്തി പറയുകയാണ്. നമുക്ക് ഈ ആയത്തുകളുടെ പ്രാഥമികമായ അർത്ഥസൂചനകൾ ആദ്യം മനസ്സിലാക്കാം. വൈദാ മസ്സൽ ഇൻസാന ദുർറുൻ, മനുഷ്യനെ എന്തെങ്കിലും ദ്രോഹം സ്പർശിക്കുന്നുവെങ്കിൽ, വല്ല ആപത്ത്, വിപത്ത്, ദ്രോഹകരമായ ഒരു കാര്യം മനുഷ്യനെ ബാധിക്കുന്നു എന്ന് സങ്കല്പിക്കുക. വൈദാ മസ്സൽ ഇൻസാന ദുർറുൻ, ഒരു വലിയ മനുഷ്യനെ ആഴത്തിൽ ചിന്തിപ്പിക്കുകയോ അല്ലെങ്കിൽ അവന്റെ നിലപാടുകൾ പുനഃപരിശോധിക്കാൻ പ്രേരിപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്ന വിധത്തിലുള്ള ഒരു ദുരിതപൂർണമായ ഒരു കാര്യം മനുഷ്യനെ പിടികൂടുന്നു എന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രയാസം, വലിയൊരു പ്രതിസന്ധി, വലിയൊരു വിപത്ത് മനുഷ്യൻ നേരിടേണ്ടി വരുന്നുവെങ്കിൽ ദാ റബ്ബഹു മുനീബൻ ഇലൈഹി, അവൻ തന്റെ റബ്ബിന്റെ അടുക്കലേക്ക് തിരിയുന്നവനായിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദാ റബ്ബഹു, അവൻ തന്റെ റബ്ബിനോട് പ്രാർത്ഥിക്കുന്നു. മുനീബൻ ഇലൈഹി, അവനിലേക്ക് തിരിയുന്നവനായിക്കൊണ്ട്, അവന് വിധേയപ്പെടുന്ന, അവനിലേക്ക് പശ്ചാത്തപിച്ചുകൊണ്ടും പ്രതീക്ഷ പുലർത്തിക്കൊണ്ടും ഒക്കെ തേടുന്ന ഒരു മനസ്സോടുകൂടി ഒരുവൻ അള്ളാഹുവിലേക്ക് പ്രാർത്ഥന നടത്തുന്നവനായിക്കൊണ്ട് തിരിയുന്നു. എപ്പോഴാണത്? ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ, ഒരു വലിയ ലുറ് എന്ന് പറയാവുന്ന വിധത്തിലുള്ള ഒരു പ്രതിസന്ധി ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ, അള്ളാഹു അല്ലാത്ത മറ്റൊരാളുടെയും സഹായം കൊണ്ട് ഞാൻ രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന ഒരു തോന്നലാണ് അയാളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഘട്ടത്തിൽ അള്ളാഹു ഒരു പ്രത്യേക വിഭാഗം ആളുകളെ കുറിച്ച് സൂചിപ്പിക്കുകയാണ് ഇവിടെ. ആ ആളുകളുടെ അല്ലെങ്കിൽ അത്തരം ആളുകളുടെ സ്വഭാവം എന്താണ് എന്നത് തുടർന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വിവരണത്തിൽ നിന്ന്. വൈദാ മസ്സൽ ഇൻസാന ദുർറുൻ, ഒരു മനുഷ്യന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്, ഒരു ഇൻസാന്റെ കാര്യം. അവനെ ഒരു ലുറ് ബാധിച്ചു, ഒരു വിപത്ത് അല്ലെങ്കിൽ ആപത്ത്, പ്രതിസന്ധി
ദുര്യോഗം, എന്തെങ്കിലും അവന് താങ്ങാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു അവസ്ഥ അവന് നേരിടേണ്ടി വന്നു. അങ്ങനെയായാൽ ദാ റബ്ബഹു, അവൻ തന്റെ റബ്ബിനോട്, സ്വന്തം നാഥനോട്, സ്വന്തം സ്രഷ്ടാവായ റബ്ബിനോട് അവൻ പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥന നടത്തുന്നത് മുനീബൻ ഇലൈഹി, അവനിലേക്ക് തിരിയുന്നവനായിക്കൊണ്ടാണ്. അപ്പൊ അതുവരെ അവൻ അള്ളാഹുവിലേക്ക്, തന്റെ റബ്ബിലേക്ക് തിരിയുന്നവനായിരുന്നില്ല. വേറെ പലരിലേക്കും തിരിഞ്ഞുകൊണ്ട് വേറെ പലരെയും തന്റെ ആലിഹത്തായിട്ടോ ഔലിയ ആയിട്ടോ ഒക്കെ സ്വീകരിച്ച് മറ്റു പലതിനും വിധേയത്വം നൽകിക്കൊണ്ടും ആരാധനകൾ അർപ്പിച്ചും ഒക്കെയാണ് അവൻ ഉണ്ടായിരുന്നത്. അതൊക്കെയും അവൻ കൈവിട്ട് അള്ളാഹുവിലേക്ക് തിരിഞ്ഞുകൊണ്ട് അവനോട് പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥ അവന് സംജാതമാവുകയാണ്. മുനീബൻ ഇലൈഹി. എന്നിട്ടോ സുമ്മ ഇദാ ഖവ്വലഹു നിഅമതൻ മിൻഹു, പിന്നീട് അവനെ അവന്റെ അടുക്കൽ നിന്നുള്ള, അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ കൊണ്ട് അള്ളാഹു അവനെ പൊതിയുന്നു, അവന് അനുഗ്രഹങ്ങൾ ചൊരിയുന്നു എന്ന് വെക്കുക. അതിനെ തുടർന്ന് അള്ളാഹു ആ പ്രാർത്ഥന അള്ളാഹുവിലേക്ക് തേടിക്കൊണ്ടുള്ള അവന്റെ പ്രാർത്ഥന ഉണ്ടായപ്പോ അതിനെ തുടർന്ന് അള്ളാഹു അവന് മറ്റൊരു പരീക്ഷണം നൽകുകയാണ്. അള്ളാഹു അവന്റെ അനുഗ്രഹങ്ങള് അവന്റെ മേൽ ചൊരിയുന്നു. അങ്ങനെ ഉണ്ടാവുമ്പോഴോ നസിയ മാക്കാന യദൂ ഇലൈഹി മിൻ ഖബൽ, നേരത്തെ അവൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എന്ന കാര്യം പോലും അവൻ വിസ്മരിച്ചു കളയുന്നു. രണ്ടവസ്ഥകളാണ്. ഒന്ന്, വലിയൊരു പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തില് വേറെ ആരും തന്നെ സഹായിക്കാൻ ഇടയില്ല എന്ന ഒരു തിരിച്ചറിവോടെ അള്ളാഹുലേക്ക് മടങ്ങുന്നവനായിക്കൊണ്ട് അവൻ അള്ളാഹുവിനോട്, റബ്ബിനോട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അതിനെ തുടർന്ന് അള്ളാഹു അവൻ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു കൊടുക്കുന്നു എന്ന് സങ്കല്പിക്കുക. അവന്റെ മേൽ നിഅമത്ത് അവൻ ചൊരിഞ്ഞു കൊടുക്കുന്നു. അങ്ങനെയാകുമ്പോ നസിയ മാക്കാന യദൂ ഇലൈഹി മിൻ ഖബൽ, നേരത്തെ അവൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നതും അവനിലേക്ക് തിരിഞ്ഞിരുന്നതും ഒക്കെ അവനങ്ങ് വിസ്മരിക്കുകയാണ്. അപ്പൊ ഇവിടെ നേരത്തെ ഒരു ലുറ് ബാധിച്ച ഘട്ടത്തിൽ അള്ളാഹുവിലേക്ക് തിരിഞ്ഞുകൊണ്ട് അവനോട് പ്രാർത്ഥിച്ച ഈ മനുഷ്യൻ അതുവരെ ഏതവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്? അള്ളാഹുവിലേക്ക് തേടുന്നവനോ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവനോ ഒന്നും ആയിരുന്നില്ല. മറിച്ച് മറ്റ് പല ആലിഹത്തിനെയും, അത് നന്ന ചുരുങ്ങിയത് സ്വന്തം ഇച്ഛകളെയെങ്കിലും ആലിഹത്തായി സ്വീകരിച്ചുകൊണ്ട് ആ സ്വന്തം ഇച്ഛയെ പൂജിക്കുന്നവരായിക്കൊണ്ടും അതുപോലെയുള്ള വ്യാജ ദൈവങ്ങളെയും ആരാധ്യന്മാരെയും പൂജിക്കുന്ന വിധത്തിലുമായിരുന്നു അയാൾ ഉണ്ടായിരുന്നത്. എന്നാൽ വലിയൊരു പ്രതിസന്ധി വന്നപ്പോ, വലിയൊരു ദുര്യോഗം വന്നപ്പോ ആ ആലിഹത്തുകളൊന്നും തന്നെ സഹായിക്കുകയില്ല, തനിക്ക് അവര് മുഖേന ഒരു മോചനം ലഭിക്കുകയില്ല എന്ന ഒരു തിരിച്ചറിവോടുകൂടി അവൻ തന്റെ റബ്ബിന്റെ അടുക്കലേക്ക് തിരിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അപ്പോ അള്ളാഹു ഉടനെ അവനെ അങ്ങ് ഏറ്റുവാങ്ങുകയല്ല ചെയ്യുന്നത്. അള്ളാഹു അവന്റെ പ്രതിസന്ധികൾ നീക്കി കൊടുക്കുക, അതുപോലെ വലിയ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു കൊടുക്കുക ഒക്കെയാണ് ചെയ്യുന്നത്. അത് അവൻ അള്ളാഹുവിലേക്ക് തിരിഞ്ഞിട്ടുള്ളത് ശരിയായ ആത്മാർത്ഥതയോടുകൂടിയുള്ളതാണോ, മനസ്സ് തട്ടിക്കൊണ്ടുള്ളതാണോ എന്നത് നോക്കുന്നതിന് വേണ്ടി തന്നെയാണ്. വലിയ നിഅമത്തുകൾ ചൊരിഞ്ഞു കൊടുത്തപ്പോ അയാള് നേരത്തെ അകപ്പെട്ട ആ പ്രതിസന്ധി അങ്ങ് മറന്നു. ആ ഘട്ടത്തില് അള്ളാഹുവിലേക്ക് മടങ്ങിക്കൊണ്ട് അവനോട് പ്രാർത്ഥിച്ചിരുന്ന കാര്യം മറന്നു. അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല എന്ന വിധത്തിലാണ് പിന്നെ അയാളുടെ നിലപാട്. അപ്പൊ നസിയ മാഖാന യദൂ ഇലൈഹി മിൻ ഖബൽ, എന്നിട്ടോ വജഅല ലില്ലാഹി അന്താദ, അള്ളാഹുവിനോടൊപ്പം മറ്റു പലരെയും സമന്മാരായിട്ട്
അള്ളാഹുവിനുള്ള നിത്തായിട്ട് അവർ കൊണ്ടു നടക്കാനും തുടങ്ങുന്നു. ഇതാണ് ആ മനുഷ്യൻ സ്വീകരിക്കുന്ന ഒരു നിലപാട്. അള്ളാഹു അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു കൊടുത്തു. അപ്പോ പിന്നെ നേരത്തെ അള്ളാഹിനോട് ചോദിച്ചുകൊണ്ടിരുന്നതും അള്ളാഹു അയാൾക്ക് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു കൊടുത്തതൊക്കെ ആയ സാഹചര്യം അയാളങ്ങ് മറന്ന്, എന്നിട്ട് അള്ളാഹുവിനോടൊപ്പം അന്താദിനെ സ്വീകരിക്കുന്ന, ശരീക്കിനെ സ്വീകരിക്കുന്ന ഒരു നിലപാടിൽ അയാള് തിരികെ എത്തുകയാണ്. ഇത് ഇവിടെ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന ഇൻസ് യഥാർത്ഥത്തിൽ ആരാണ്? ഒരു ഇൻസാൻ എന്ന് പറയുന്ന ആള് അത് ആരാണ്? രണ്ട് വിഭാഗം മനുഷ്യരെ പരാമർശിക്കുന്നുണ്ട് ഈ രണ്ടായത്തുകളിലായിട്ട്. അതിൽ ഒന്നാമത്തെ വിഭാഗമാണിത്. നിഷേധിയാണ്, അള്ളാഹുവിന്റെ ഏകത്വത്തെ ഉൾക്കൊള്ളാത്തവനാണ്, അള്ളാഹുവിനോട് നന്ദികേട് കാണിക്കുന്ന, കുഫ്ർ കാണിക്കുന്ന ആളാണ്. ഇതൊക്കെയാണ് അടിസ്ഥാനപരമായിട്ട് ഈ പരാമർശിക്കപ്പെട്ട ആളുടെ ഒരു സ്ഥായിയായ സ്വഭാവം. നിവൃത്തിയില്ലാത്ത, ഗതികെട്ട, വലിയ പ്രതിസന്ധിയിൽ അകപ്പെട്ടപ്പോൾ അവൻ അള്ളാഹുവിലേക്ക് തിരിഞ്ഞുകൊണ്ട് അവനോട് പ്രാർത്ഥിക്കുന്നവനായി മാറി. പക്ഷെ ഒരല്പ ആശ്വാസം അള്ളാഹു ചൊരിഞ്ഞു കൊടുത്തതോടെ അവൻ അതൊക്കെ മറന്നു വീണ്ടും ഈ അന്താദിനെ സ്വീകരിക്കുന്നവനായിട്ട് മാറുന്നു. അപ്പോ വജാല ലില്ലാഹി അന്താദ ലിയുളില്ല അൻ സബീലി, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് സ്വയം പിഴച്ചു പോകുന്നത് മാത്രമല്ല, മറ്റുള്ളവരെ പിഴപ്പിക്കുക കൂടി ചെയ്യുന്ന വിധത്തിൽ അവർ അന്താദിനെ സ്വീകരിക്കുകയാണ്. മറ്റുള്ളവരെ പിഴപ്പിക്കും എന്നത് നമുക്ക് തീർച്ചയായിട്ടും ഇതിന്റെ വിശദാംശങ്ങൾ നമ്മൾ മനസ്സിൽ കാണുമ്പോൾ ബോധ്യപ്പെടും. ഞാനിങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോ ഇന്ന ഔലിയന്റെ അടുത്ത് വിളിച്ച് പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ ഇന്ന ജാറത്തുങ്ങളിൽ പോയി, അതല്ലെങ്കിൽ ഇന്ന ആരാധനാ കേന്ദ്രത്തിൽ പോയിട്ട് വേണ്ടതൊക്കെ അർപ്പിക്കുകയുണ്ടായി. അപ്പോ എനിക്ക് വലിയ മാറ്റം ഉണ്ടായി, വലിയ അതിൽ നിന്നൊക്കെ ഒരു രക്ഷ കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ അത്തരം സംഗതികൾ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ആൾ കൂടിയായിട്ട് അയാൾ മാറുകയാണ്. അപ്പോഴാണ് ലിയുളില്ല അൻ സബീലി എന്നതിന്റെ എല്ലാ തലത്തിലുമുള്ള അർത്ഥം അതിൽ പൂർത്തിയാവുന്നത്. കാരണം അയാൾ സ്വയം ലലാലത്തിലാകുകയല്ല ഇവിടെ ചെയ്യുന്നത്. യളില്ലു എന്നല്ല പറയുന്നത്. യളില്ലു എന്ന് പറഞ്ഞാൽ സ്വയം പിഴച്ചവനായി മാറുക എന്നതാണ്. ലല്ല യളില്ലു, പിഴച്ച മാർഗത്തിലേക്ക് ഒരാൾ പോകുന്നതിനാണ് അത് പറയുന്നത്. യുളില്ലു എന്നത് അലല്ല എന്നതിന്റെ പ്രസന്റ് ടെൻസ് ഫോമാണ്, മുദാരിയാണ്. അപ്പോ ലിയുളില്ല അൻ സബീലിഹി, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് മറ്റുള്ളവരെ പിഴപ്പിക്കുക എന്നതാണ് അതിന്റെ അർത്ഥം. സ്വയം പിഴച്ചു എന്നത് കൂടാതെ മറ്റുള്ളവരെ കൂടി ഈ അന്താദുകളെ സ്വീകരിക്കുന്നവരാക്കി മാറ്റുന്ന വിധത്തിലാണ് അയാളുടെ പിന്നെയുള്ള പ്രതികരണം. ഈ ആളോട് അള്ളാഹു പറയുന്ന ഒരു കാര്യം തുടർന്ന് പറയുകയാണ്. ഖുൽ, പ്രവാചകരെ അയാളോട് പറയുക, തമത്തഅ ബികുഫ്രിക ഖലീല, നിന്റെ ഈ നിഷേധം വെച്ചുകൊണ്ട് നീ അങ്ങ് ആസ്വദിക്കുക കുറച്ചു കാലം. തമത്തഅ ബികുഫ്രിക ഖലീല, തമത്തഅ എന്ന് പറഞ്ഞാൽ എൻജോയ് ചെയ്യുക എന്നാണ്, ആസ്വദിക്കുക. നീ ആസ്വദിക്കുകയും ആനന്ദിക്കുകയും ഒക്കെ ചെയ്യും. ബികുഫ്രിക, നിന്റെ ഈ നിഷേധ നിലപാടുമായിട്ട്, നിന്റെ ഈ സത്യനിഷേധം കൊണ്ട്. ഖലീല, കുറച്ചു കാലം. അത് അള്ളാഹു അനുവദിച്ചെന്ന് പറഞ്ഞാൽ ഹലാലാക്കിയതല്ല, നിനക്കായി അള്ളാഹു വിട്ടു തന്നിട്ടുള്ള, അനുവദിച്ചിട്ടുള്ള ഒരു സംഗതിയാണ്. നീ ആസ്വദിച്ചോ, കുറച്ചു കാലം നിനക്കൊരു അവസരമുണ്ട്. നിന്റെ ഈ സത്യനിഷേധ നിലപാട് വെച്ച് പുലർത്തിക്കൊണ്ട് നീ അങ്ങനെ സുഖിച്ച് ആനന്ദിച്ച് ആസ്വദിച്ച് കഴിയും കുറച്ചു കാലം. ഇന്നക മിൻ അസ്ഹാബിന്നാർ, ഒരു സംശയവും വേണ്ട, നീ തീർച്ചയായിട്ടും നരകാവകാശികളിൽ പെട്ടവൻ തന്നെയാണ്. ഇതാണ് തുടർന്ന് അയാളോട് പറയാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു ചുമതലപ്പെടുത്തുന്നത്. അപ്പൊ ഈ ആയത്തിൽ പരാമർശിക്കപ്പെട്ട ഇൻസാൻ അടിസ്ഥാനപരമായി നിഷേധിയാണ്. അയാൾ മുശ്രിക്കാണ്, കാഫിറാണ്.
അയാള് പക്ഷേ വലിയൊരു ദുരന്തം ഉണ്ടായ ഘട്ടത്തിൽ, ഉദാഹരണത്തിന് ഒരു അപകടം അല്ലെങ്കിൽ ഒരു പ്രകൃതി ദുരന്തം, സുനാമി പോലെയുള്ള ഒരു അവസ്ഥ, അല്ലെങ്കിൽ വല്ല വ്യാപകമായി പടർന്നു പിടിക്കുന്ന ഒരു പകർച്ചവ്യാധിയുടെ അവസ്ഥ, അതുപോലെ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നതും അല്ലാത്തതുമായ വേറെ നമ്മൾ സാധാരണഗതിയിൽ പല സഹായങ്ങൾക്കും വേണ്ടി സമീപിക്കാറുള്ള, നമ്മളെ കൊണ്ട് നടക്കുന്ന വ്യാജ ദൈവങ്ങളായാലും ആൾ ദൈവങ്ങളായാലും അതുപോലെയുള്ള സംഗതികളായാലും അവരുടെ ഒന്നും അടുത്തേക്ക് പോകാതെ ആ പ്രതിസന്ധി ഘട്ടത്തില് ഇനി നമുക്ക് ഈശ്വരനോട് പറഞ്ഞു നോക്കാം എന്ന് പറയുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ചില അവസ്ഥകളിലൂടെ നമ്മൾ പിന്നിട്ട 5-6 വർഷങ്ങളിൽ കേരളത്തിലെ പല സാഹചര്യങ്ങളിലും ആളുകൾ കടന്നു പോകുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രളയം ഉണ്ടായപ്പോഴും അതുപോലെ പകർച്ചവ്യാധി പടർന്നു പിടിച്ച ഘട്ടത്തിലും അതുപോലെയൊക്കെയുള്ള അവസ്ഥകളിൽ ഈ പ്രതിഷ്ഠകള്, വിഗ്രഹങ്ങള്, ആൾദൈവങ്ങള്, അതുപോലെ അള്ളാഹുവിനോടൊപ്പം ജനങ്ങൾ പങ്കുചേർക്കുന്ന സകല ദൈവങ്ങളും, ഇവരുടെ ഒന്നും അടുക്കലേക്ക് ആരും പോകാൻ ആ ഘട്ടത്തില് സന്നദ്ധരായിരുന്നില്ലല്ലോ. ആരെങ്കിലും അത്തരം കേന്ദ്രങ്ങളിലേക്ക് പോവുകയുണ്ടായോ? ആരെങ്കിലും അത്തരം വിഗ്രഹങ്ങളുടെയോ ആൾദൈവങ്ങളുടെയോ അല്ലെങ്കിൽ അത്തരം സംഗതികളെ ആരാധിക്കുന്ന കേന്ദ്രങ്ങളിലേക്കൊക്കെ പോവുകയോ അവരോട് സഹായം തേടുന്ന അവസ്ഥ ഉണ്ടാവുകയാണോ ചെയ്തത്? അതല്ല, ഈ പ്രപഞ്ചങ്ങളുടെ നാഥനായ ഒരു റബ്ബുണ്ട്, ഒരു ദൈവമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇനി ദൈവത്തോട് പറയല്ലാതെ വേറെ ഒരു ഓപ്ഷനും നമ്മുടെ മുന്നിലില്ല എന്നൊക്കെ പറയുവോളം കാര്യങ്ങൾ എത്തിയത് നമ്മൾ കണ്ടതാണ്. അതുപോലെയുള്ള ഒരു സാഹചര്യം ആളുകൾ നമ്മുടെ നാട്ടില്, നമ്മുടെ സാംസ്കാരിക പശ്ചാത്തലത്തില് അങ്ങനെ ചെയ്യുന്നത് വലിയ പ്രശംസനീയമായ ദൈവവിശ്വാസം എന്ന നിലക്കാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ അള്ളാഹു അതിനെവിടെ എക്സ്പോസ് ചെയ്യണം, തുറന്നു കാണിക്കുകയാണ്. അതല്ല ദൈവവിശ്വാസം. വലിയ പ്രതിസന്ധി ഉണ്ടാവുമ്പോ, വലിയ നിവൃത്തിയില്ലായ്കയുടെ അവസ്ഥയിൽ എത്തുമ്പോ അള്ളാഹുവിനെ അവനിലേക്ക് തിരിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന, പ്രപഞ്ചങ്ങളുടെ നാഥനായ റബ്ബിലേക്ക് തിരിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു സംഗതി അങ്ങനെ പ്രശംസനീയമായ ഒരു ദൈവവിശ്വാസമേ അല്ല. അത് അള്ളാഹുവിനോടൊപ്പം പങ്കാളികളെ ചേർക്കുന്ന ആളുകളുടെ ആ പ്രതിസന്ധി മുഖത്തില് അവര് എടുക്കുന്ന ഒരു നിലപാട് മാത്രമാണ്. അത്തരം ആളുകൾക്ക് ആ ദൈവവിശ്വാസം ഒരു നിലക്കും പ്രയോജനം ചെയ്യാൻ പോകുന്നില്ല. അവർ നരകാവകാശികൾ തന്നെയാണ്. തൽക്കാലം കുറച്ചു കാലമൊക്കെ ആസ്വദിച്ചു കഴിഞ്ഞോളൂ എന്നാണ് പറയാൻ അള്ളാഹുവിന്റെ പ്രവാചകനെ അള്ളാഹുവിടെ ചുമതലപ്പെടുത്തുന്നത്. അങ്ങനെയാണല്ലോ ആളുകള് ഭക്തി എവിടെയെങ്കിലുമൊക്കെ അനർഹരിൽ കൊണ്ടുപോയി ഭക്തി കാണിക്കുക, അവരെ ആരാധിക്കുക, അവരെ പൂവിട്ട് പൂജിക്കുക. ഇതൊക്കെ വലിയ സംഭവമാണ്, അതൊക്കെ പ്രയോജനകരമാണ്. ദൈവവിശ്വാസം ഏത് തരത്തിലുള്ളതാണെങ്കിലും വളരെ പ്രശംസനീയമാണ് എന്ന നിലക്ക് ആളുകള് കാര്യങ്ങളെ വിലയിരുത്തുന്നതും മനസ്സിലാക്കുന്നതും ഒക്കെ നമുക്ക് കാണാം. പക്ഷെ അള്ളാഹു ആ ഒരു നിലപാടിനെ തുറന്നു കാണിക്കുകയാണ് ഇവിടെ. ഒരിക്കലും തന്നെ അങ്ങനെയുള്ള ഒരു ദൈവവിശ്വാസം വലിയ ദുരന്തം നേരിടേണ്ടി വരുമ്പോ അള്ളാഹുവിലേക്ക് തിരിയുന്ന, പ്രപഞ്ചനാഥനിലേക്ക് തിരിയുന്ന, അവനോട് പ്രാർത്ഥിക്കുന്ന ഒരു നിലപാട്, അത് ആർക്കെങ്കിലും എന്തെങ്കിലും ഗുണമുണ്ടാക്കുന്ന ഒരു ദൈവവിശ്വാസമേ അല്ല. അവര് തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യുന്ന ഒരാള് മിൻ അസ്ഹാബിൻ നാർ, നരകാവകാശി തന്നെയായിരിക്കും എന്നാണ് അള്ളാഹു ഇവിടെ വ്യക്തമാക്കുന്നത്. അപ്പൊ പിന്നെ ഈ ദുരിതം ഉണ്ടാവുമ്പോ, ദുരന്തം ഉണ്ടാവുമ്പോ, വലിയ പ്രയാസം നേരിടേണ്ടി വരുമ്പോ അള്ളാഹുവിലേക്ക് തിരിയുന്നത് ദൈവവിശ്വാസമായിട്ട് കാണാൻ പറ്റുന്നില്ലെങ്കിൽ യഥാർത്ഥത്തിൽ എന്താണ് ദൈവവിശ്വാസം എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതാണ് തുടർന്നുള്ള ഈ 9-ാമത്തെ ആയത്തില് അള്ളാഹു വ്യക്തമാക്കുന്നത്. അമ്മൻ ഹുവ, അമ്മൻ ഹുവ ഖാനിതുൻ ആനാ അല്ലൈലി സാജിദ. എന്നിട്ട് അള്ളാഹു അവനാണോ അതല്ല ഇവനാണോ എന്നാണ് ഒരു ചോദ്യം ഉന്നയിക്കുന്നത്.
അമ്മൻ ഹുവ, അമ്മൻ എന്ന് പറയുന്നത് ആ പദം അവനോ അള്ളാഹുവിന് യഥാർത്ഥത്തിൽ കീഴ്പ്പെട്ടവൻ, വിധേയപ്പെട്ടവൻ, അതല്ല ഞാൻ ഇനി പറയാൻ പോകുന്നവനാണോ എന്നാണ് ചോദ്യം. അപ്പൊ ഇവിടെ വിവരിക്കപ്പെട്ട ഒരാളുണ്ട്, ഒരു ഇൻസാനുണ്ട്. ആ ഇൻസാൻ തീർച്ചയായിട്ടും നരകാവകാശികളിൽ പെട്ടവനായിരിക്കും എന്ന് തുറന്നു പറയാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നിർദ്ദേശിക്കുകയും ചെയ്തു. എന്നിട്ട് അള്ളാഹു ചോദിക്കുകയാണ്, അമ്മൻ, അവനാണോ, ഇതുവരെ വിവരിക്കപ്പെട്ടവനാണോ യഥാർത്ഥത്തിൽ അള്ളാഹുവിന് വിധേയപ്പെട്ടവൻ, അതല്ല ഇനി ഞാൻ വിവരിക്കാൻ പോകുന്നവനാണോ എന്നാണ്. അമ്മൻ എന്നതില് ആ ആശയം പൂർണ്ണമായിട്ട് അടങ്ങുന്നുണ്ട്. അപ്പോ ചോദ്യം ഇങ്ങനെയാണ്. രണ്ടാമത്തെ ആള് ഹുവ ഖാനിതുൻ, അയാള് വിനയാന്വിതനായിക്കൊണ്ട് ആനാ അൽ ലൈൽ, രാവിന്റെ മണിക്കൂറുകളിൽ, സാജിദം വ ഖായിമ, സുജൂദ് ചെയ്യുന്നവനും നിൽക്കുന്നവനുമായിക്കൊണ്ട് അള്ളാഹുവിന്റെ മുന്നിൽ പ്രാർത്ഥനയിലാണ് ഒരാൾ. എന്താണ് അയാളുടെ നിലപാട്? ഖാനിതുൻ, ഹുവ ഖാനിതുൻ, അവൻ വിധേയപ്പെട്ടവനാണ്, പൂർണ്ണമായിട്ട് അള്ളാഹുവിന് സമർപ്പിച്ചവനാണ്. ഈ ഖാനിത്ത് എന്ന വാക്കിൽ നിന്നാണ് ഖുനൂത്ത് എന്നുള്ള വാക്കൊക്കെ വരുന്നത്. അപ്പോ നേരത്തെ പറഞ്ഞവനാണോ അതല്ല ഹുവ ഖാനിത്തുൻ, വേറെ ഒരുവൻ ഇതാ, അവന് പൂർണ്ണമായിട്ട് അള്ളാഹുവിന് വിധേയപ്പെട്ടവനാണ്, അള്ളാഹുവിന് സമർപ്പിച്ചവനാണ്, അള്ളാഹുവിന്റെ മുന്നില് വിനയാന്വിതനായിക്കൊണ്ട് അവന്റെ ദാസനായി നിലകൊള്ളുന്നവനാണ്. എന്നിട്ടോ ആനാ അല്ലൈലി സാജിദൻ വ ഖായിമൻ, ആനാ അല്ലൈൽ, ആനാ എന്ന് പറഞ്ഞാൽ മണിക്കൂറുകൾ, സമയങ്ങൾ എന്നൊക്കെ പറയാവുന്ന ഒരു പ്രയോഗമാണ്, ബഹുവചനാണ്. അതിന്റെ പദം ആനാ എന്നതിന് അതിന്റെ സിംഗുലർ ഫോം ആൻ എന്നതാണ്. ആൻ, അല്ലെങ്കിൽ വേറൊരു പ്രയോഗം, വേറൊരു ഫോം ഉണ്ട് അതിന്, അന എന്ന്, അലിഫ് നൂന് യാ ആയിട്ട് അന എന്ന് വായിക്കാവുന്ന ഒരു പ്രയോഗം. അതിന്റെ ബഹുവചനാണ് ആനാ. ആനാ ലൈൽ എന്ന് പറഞ്ഞാൽ നമ്മൾ അറബി ഭാഷയിൽ അൽ ആൻ എന്ന് പറയാറുണ്ട്. ആൻ എന്ന് പറഞ്ഞാൽ അവിടെ സമയം, അൽ അലിഫ് ലാം അതിനോട് ആഡ് ചെയ്തുകൊണ്ടുള്ള പ്രയോഗമാണത്. അലിഫ് ലാം ആഡ് ചെയ്തിട്ട് ആൻ പറയുമ്പോൾ അൽ ആൻ എന്ന് പറയാറുണ്ട്. ഇതിന്റെ ബഹുവചനാണ് ആനാ എന്നത്. അതിന്റെ സിംഗുലറിൽ അന, അലിഫ്, നൂന്, യാ ഈ രൂപത്തിലും ഉപയോഗത്തിലുണ്ട്. അപ്പൊ അള്ളാഹു ഈ ആളെ, രണ്ടാമത്തെ ആളെ വിവരിക്കുന്നത് ഹുവ ഖാനിതുൻ, അവൻ അള്ളാഹുവിന് സമർപ്പിച്ചവനാണ്, അള്ളാഹുവിന് വിധേയപ്പെട്ടവനാണ്, അള്ളാഹുവിന്റെ മുന്നിൽ വിനയാന്വിതനായിക്കൊണ്ട് നിലകൊള്ളുന്നവനാണ് എന്ന് പറഞ്ഞിട്ട് അയാളുടെ പ്രത്യേകത ആനാ അല്ലൈലി സാജിദ, രാത്രിയുടെ യാമങ്ങളിൽ, രാത്രിയുടെ മണിക്കൂറുകളിൽ അല്ലെങ്കിൽ രാത്രി നേരങ്ങളിൽ അയാള് സുജൂദിലാണ്, സാഷ്ടാംഗം പ്രണമിക്കുന്ന ഒരു അവസ്ഥയിലാണ് അയാളുള്ളത്. വ ഖായിമൻ, അയാൾ നിൽക്കുന്നവനുമാണ്. നിൽക്കുന്നവനായിക്കൊണ്ടും എന്ന് പറഞ്ഞാൽ നിന്ന് നമസ്കരിക്കുന്നവനായിക്കൊണ്ട്, ഖായിം എന്ന് പറഞ്ഞാല് അതാണ് ഇഖാമത്ത് സ്വലാത്തില്ലേ, അതുപോലെ ഈ നമസ്കാരത്തെ അള്ളാഹു പല വിധത്തിലും ഖുർആനിൽ പരാമർശിക്കുന്നുണ്ട്. സുജൂദ്, റുക്കൂഅ്, ഖിയാമ്, ഇതൊക്കെ നമസ്കാരത്തെ സൂചിപ്പിക്കുന്ന പ്രയോഗങ്ങളായിട്ട് ഖുർആനിൽ പലയിടത്തും കാണാൻ കഴിയും. അപ്പൊ ആനാ ഉല്ലൈലിൽ, രാത്രിയുടെ ഏകാന്തതയില് അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നവനായിക്കൊണ്ടും അള്ളാഹുവിന്റെ മുന്നിൽ എണീറ്റ് നിന്ന് നമസ്കാരം നിർവഹിക്കുന്നവനായിക്കൊണ്ടുമാണ് അയാളുള്ളത്. രണ്ടാമത് പറഞ്ഞ ആള് യഹ്ദറുൽ ആഖിറ, അയാൾക്ക് പാരത്രിക ജീവിതത്തെ കുറിച്ച് നല്ല ഭയപ്പാടുണ്ട്. പരലോകത്ത് എന്താകും, മരണാനന്തരം എന്തായിരിക്കും അവസ്ഥ എന്നതിനെ കുറിച്ച് നല്ല ഭീതിയുണ്ട്. യഹ്ദറുൽ ആഖിറ, പാരത്രിക ലോകത്തെ കുറിച്ചുള്ള ഭയപ്പാടിലാണ് അയാൾ. വയർജു റഹ്മത്ത് റബ്ബി, തന്റെ റബ്ബിന്റെ കാരുണ്യത്തെ അയാൾ നിരന്തരം കാക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു. റബ്ബ് തന്നോട് കരുണ ചെയ്തിരുന്നെങ്കിൽ എന്ന
വലിയ മോഹവും പ്രതീക്ഷയും ആഗ്രഹവും ഒക്കെയാണ് അയാളിൽ മതിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അള്ളാഹു ഈ രണ്ട് വിവരണം നൽകിയിട്ട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. നേരത്തെ അമ്മൻ എന്ന് പറഞ്ഞല്ലോ, എന്നിട്ട് രണ്ടു കൂട്ടരെ ഈ രണ്ട് പ്രത്യേകതകളുള്ള ആളുകളെയും പരാമർശിച്ചതിന് ശേഷം ചോദിക്കുന്നത് ഹൽ യസ്തവി അല്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, അറിവുള്ളവനും അറിവില്ലാത്തവനും ഒരുപോലെയാകുമോ എന്നാണ്. അല്ലദീന യഅലമൂന, അറിവുള്ളവർ, ഇൽമുള്ളവർ. ഇൽമ് എന്ന് പറഞ്ഞാൽ ശരിയായ അറിവുള്ളവൻ, അള്ളാഹുവിനെ തിരിച്ചറിയാൻ വേണ്ട അറിവുണ്ടായ ആള്, അല്ലെങ്കിൽ അറിവിന്റെ വഴികളിലൂടെ അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞ ഒരുവൻ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ. അങ്ങനെ ചെയ്തിട്ടില്ലാത്ത, അറിവിന്റെ പ്രയോജനം നേടിയിട്ടില്ലാത്ത വേറെ ചിലര്, ഇവര് രണ്ടു കൂട്ടരും ഒരുപോലെയാകുമോ എന്നതാണ് അള്ളാഹുവിന്റെ ചോദ്യം. ഈ വിവരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ആദ്യത്തെ വിവരണത്തിൽപ്പെട്ട ആള് അറിവില്ലാത്തവനും, രണ്ടാമത്തെ വിവരണത്തിൽപ്പെട്ട അല്ലെങ്കിൽ ആ വിവരണം അറിവുള്ളവനെ കുറിച്ചുമാണ് എന്നതാണ്. അറിവ് അള്ളാഹുവിനെ തിരിച്ചറിയുന്നതിന് വേണ്ടി പ്രയോജനപ്പെടുത്താൻ സാധിച്ച ഒരാള്, അറിവ് കൊണ്ട് അങ്ങനെ കണ്ണു തുറക്കുകയോ ഉത്ബുദ്ധത നേടുകയോ കാര്യങ്ങളുടെ വസ്തുത ഉൾക്കൊള്ളാൻ സാധിക്കുകയോ കഴിഞ്ഞിട്ടില്ലാത്ത, കേവലം അക്ഷരങ്ങളോ അല്ലെങ്കിൽ അറിവ് എന്ന പേരിൽ പ്രചരിപ്പിക്കപ്പെടുന്ന കുറെ ഇൻഫർമേഷനോ കൊണ്ട് നടക്കുന്ന ഒരാളാണ് രണ്ടാമത്തത്. അത് അറിവല്ല, പ്രയോജനകരമായ അറിവുള്ള ഒരാളല്ല അങ്ങനെയുള്ള ആള്. അപ്പൊ ഈ രണ്ടാളുകൾ ഒരുപോലെയാകുമോ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അങ്ങനെ ഒരു ചോദ്യം ഉന്നയിക്കാൻ വേണ്ടി പറയുന്നത്. ഖുൽ, പ്രവാചകരെ ചോദിക്കുക, ഹൽ യസ്തവി അല്ലദീന യഅലമൂൻ വല്ലദീന ലാ യഅലമൂൻ. ഇൽമ് പ്രയോജനപ്പെടുത്തുന്ന, ഈ വിധത്തിൽ ഉത്ബുദ്ധത നേടുന്ന, തിരിച്ചറിവ് നേടുന്ന ആളും ഇൽമിന്റെ പ്രയോജനം ഒന്നും ഉണ്ടാവാത്ത, അത് തിരിച്ചറിവിന് പ്രയോജനപ്പെട്ടിട്ടില്ലാത്ത ഒരാളും ഒരുപോലെയാകുമോ എന്നതാണ് ഉന്നയിക്കപ്പെട്ട ചോദ്യം. എന്നിട്ട് ഒരു കാര്യം കൂടി അള്ളാഹു പറഞ്ഞു വെക്കുന്നു, ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്. ബുദ്ധിമാന്മാര് മാത്രമാണ് കാര്യങ്ങളെക്കുറിച്ച് ഉത്ബുദ്ധതയോടുകൂടി ഉൾക്കൊള്ളുന്നത്. ഇന്നമാ യതദക്കറു, ഉത്ബുദ്ധത നേടുന്നത് അല്ലെങ്കിൽ കാര്യങ്ങളെ വേണ്ട വിധത്തിൽ ഉൾക്കൊള്ളുന്നത് ആരാണ്? ഉലുൽ അൽബാബ് മാത്രാണ് എന്നാണ്. ലുബ് എന്ന് പറഞ്ഞാൽ ബുദ്ധിയാണ്, കഴിവാണ്, ബുദ്ധിപരമായ ദൈക്ഷണികമായ കഴിവാണ്. അതിന്റെ ആളുകൾ മാത്രമാണ് എന്ന് പറഞ്ഞാൽ ദൈക്ഷണികമായ ശരിയായ പ്രയോജനം നേടുന്ന ആളുകൾ, അവര് മാത്രമാണ് ഉത്ബുദ്ധത കൈവരിക്കുന്നത്, കാര്യങ്ങളെ വേണ്ട വിധത്തില് ഉൾക്കൊള്ളുന്നത് എന്ന കാര്യമാണ് അള്ളാഹു ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അപ്പോ ഒരു വിഭാഗത്തിൽപ്പെട്ട ആൾക്ക് അറിവ് ധാരാളം ലഭിക്കുന്നൊക്കെ ഉണ്ടാവും, വിദ്യാഭ്യാസം എന്ന പേരില്, ശാസ്ത്രം എന്ന പേരില്, അങ്ങനെ പലതും അയാൾ നേടുന്നൊക്കെ ഉണ്ടാവും. പക്ഷെ ആ അറിവ് അയാൾക്ക് സ്വന്തം യാഥാർത്ഥ്യം തിരിച്ചറിയാൻ പ്രയോജനപ്പെടുന്ന വിധത്തിലല്ല. അയാൾക്ക് സ്വന്തം റബ്ബിനെ കണ്ടെത്താനോ സ്വന്തം ഭാഗധേയം തിരിച്ചറിയാനോ ഒന്നും കഴിയുന്നില്ല. അയാളുടെ അറിവ് അതിനൊന്നും അയാൾക്ക് പ്രയോജനപ്പെട്ടിട്ടില്ല. ഇതാണ് ഒന്നാമത്തെ ആള്. രണ്ടാമത്തെ ആൾ അങ്ങനെയല്ല. അയാൾക്ക് ഒരുപക്ഷെ വിദ്യാഭ്യാസം ഉണ്ടാവില്ല, അക്ഷരാഭ്യാസം പോലും അയാൾ നേടിയിട്ടുണ്ടാവില്ല. പക്ഷെ അയാള് പ്രകൃതിയിലെ സൂചനകളിൽ നിന്ന് ഒരു തിരിച്ചറിവ് നേടിയിട്ടുണ്ട്, സ്വന്തം സ്വത്വത്തെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്, സ്രഷ്ടാവായ റബ്ബിനെ അയാൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. ആ രണ്ടാമത്തെ ആളാണ് അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുന്ന അറിവുള്ളവൻ എന്നത്. അപ്പൊ അറിവുള്ളവര് എന്ന് പറഞ്ഞുകൊണ്ട് അറിവുള്ളവനും അറിവില്ലാത്തവനും ഒരുപോലെയാകുമോ എന്ന ചോദ്യമാണല്ലോ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. എന്നിട്ട് ഉലുൽ അൽബാബ് മാത്രമാണ്, ബുദ്ധിയുള്ളവര്, ദൈക്ഷണികമായ കഴിവുകൾ പ്രയോജനപ്പെടുത്തുന്നവര് മാത്രമാണ് ഉത്ബുദ്ധത നേടുന്നത് എന്നാണ് അള്ളാഹു തുടർന്ന് പറഞ്ഞു വെക്കുന്നത്. അപ്പൊ ഈ രണ്ടായത്തുകള് അവയുടെ അർത്ഥസൂചനകളും അതിന്റെ
അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നമുക്ക് ഉൾക്കൊള്ളേണ്ടത് പ്രധാനമായ വസ്തുതകളൊക്കെ ഈ ആയത്തുകളിൽ നിന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതിക്കൊണ്ട് ഞാൻ ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കുകയാണ്. സൂറത്ത് സുമറിലെ 8-9 ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കിയിട്ടുള്ളത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.